ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യണ്ടല്ലോ. ലെറ്റ് us സ്റ്റാർട്ട്. യെസ്, ചെയ്തോളൂ. ഇന്ന് ഓണത്തിന്റെ തലേന്നായിട്ടാന്ന് തോന്നുന്നു പാർട്ടിസിപ്പൻസ് കുറവ്. ദുഷ്ടത്തരായിപ്പോയി, പക്ഷെ നമുക്ക് സമയമില്ലാത്തോണ്ടാട്ടോ. എനിക്ക് മനസ്സിലാവും. നമ്മള് അതായത് നാളെ തിരുവോണമൊക്കെ അല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് കുറെ ആൾക്കാർ 8:30 ക്ലാസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പെട്ടെന്ന്, ലേറ്റ് ആക്കണില്ല. ഓക്കെ. നാളെ ലീവാ. നാളെ ലീവ് ഉണ്ട്. നാളെ ശരിക്കും മാത്സിന്റെ സെഷൻ ഉണ്ടായിരുന്നു, അത് ലീവാക്കി. നാളെ ലീവാട്ടോ, മറ്റന്നാൾ എടുക്കാം നമുക്ക് കണ്ടിന്യൂഷൻ. 8:30 എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് അല്ലെങ്കിൽ കൊമേഴ്സിന് ക്ലാസ് ആയിരിക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് വലിയ ആട്ടും അനക്കൊന്നും ഉണ്ടാവില്ല. പെടലി വെട്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഓക്കെ, ആ റെക്കോർഡിംഗ് ഉണ്ട്, പ്രീവിയസ് ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്, ലെറ്റ് സ്റ്റാർട്ട്. ആൻസർ പറയാ. അത് ഇന്നലെ എന്താ പറ്റിയതെന്ന് അറിയില്ല. ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു പെടലി ഉളുക്കുണ്ട്. പക്ഷെ നമുക്ക് സെഷൻ നീട്ടി വെക്കാനോ മാറ്റി വെക്കാനോ ഒന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ എടുക്കാം. കൈക്കും വായിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പൊ പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. താങ്ക് യു. നബിദിനാശംസകൾ എല്ലാവർക്കും, ഓണം ആശംസകൾ എല്ലാവർക്കും, എല്ലാവർക്കും അടിപൊളി വെക്കേഷൻ ആശംസകൾ. വെക്കേഷന് നല്ല പണിയാണ് എനിക്ക് തന്നത്, എന്നാലും വിഷ് ചെയ്യാലോ നമുക്ക് അല്ലേ. എനിവേ, നോക്കാം. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ certain sum of money in 2 years at 4% per annum is 800. എന്തൊക്കെ തന്നിട്ടുണ്ട്? 800 രൂപ. 800 രൂപയാണ് ഇൻട്രസ്റ്റ്. 2 വർഷം 4% പലിശയിലാണ് നമുക്ക് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് 800 രൂപ കിട്ടിയിട്ടുള്ളത്. certain sum of money എന്നാ പറഞ്ഞേ. ഒരു മിനിറ്റ് ഇത് സൈലന്റ് ആക്കട്ടെ. certain sum of money എന്നാ പറഞ്ഞേ. അപ്പൊ എന്തല്ല, നമുക്ക് മണി തന്നിട്ടില്ല. ഇതെടാ നമുക്ക് ഇക്വേഷൻ ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം, ഇക്വേഷൻ ഇല്ലാണ്ടും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് ഉള്ളത്. എനിവേ, 800 രൂപ, അതായത് നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2 വർഷം കൊണ്ട് 4% സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് 800 രൂപ കിട്ടുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതേ എമൗണ്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് പിന്നെ ഈ 2 വർഷം 4% പലിശക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് എങ്കിൽ നമുക്ക് എത്ര രൂപയായിരിക്കും പലിശ ഇനത്തിൽ കിട്ടുക? അതായത് നമുക്കറിയാം, സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടുന്നതിനേക്കാളും എന്തുകൊണ്ടും കൂടുതൽ എമൗണ്ട് എവിടെ കിട്ടും? കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടും. കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാ ചോദിച്ചേ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഭയങ്കര സിമ്പിൾ. അത് സിമ്പിൾ, ഒറ്റ ഒരു സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും, ഇക്വേഷൻ ഒന്നും ഇല്ലാണ്ട്. നമ്മളിവിടെ പ്രിൻസിപ്പിൾ ഒന്നും കണ്ടുപിടിക്കേണ്ട. നമുക്ക് ആ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ബേസിക് ലോജിക് അറിഞ്ഞാൽ മതി. കാരണം ഇത് ഇവിടെ 2 വർഷമേ ഉള്ളൂ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ 100 രൂപ, നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, 100 രൂപ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10% അതിന് സിമ്പിൾ ഇൻട്രസ്റ്റ്. 10% സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ ആവട്ടെ, വാട്ട് എവർ. ഫസ്റ്റ് ഇയറിൽ എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. 100 രൂപയാണ്, 10% പലിശ. അങ്ങനെയാണ് എങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ എത്ര രൂപ കിട്ടും? അതെ, 10 രൂപ. 110 രൂപ ടോട്ടൽ സമ്മ വരിക. ഇൻട്രസ്റ്റ് മാത്രമായിട്ട് എത്ര രൂപ കിട്ടും? 10 രൂപ കിട്ടും, ഇല്ലേ? ഇനി രണ്ടാമത്തെ വർഷമാണെന്ന് വിചാരിക്കുക, സെക്കൻഡ് ഇയർ ആണ് കേട്ടോ. സെക്കൻഡ് ഇയറിലും സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര തന്നെ ആയിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര തന്നെ ആയിരിക്കും? 10 രൂപ തന്നെ ആയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് എന്ത് സംഭവിക്കും? നമ്മളിവിടെ 100 എടുക്കുക, അതോ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് മാറുമോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് മാറും. എന്താകും? ഈ 100ന്റെ കൂടെ ഈ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് 110 രൂപയ്ക്കാണ് പിന്നീട് നമ്മൾ എന്ത് കാണാം? പലിശ കാണാം. അപ്പൊ 110ന്റെ 10% ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര രൂപ രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും? 11 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് മനസ്സിലായോ? ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇവിടെ നമുക്ക് രണ്ടാമത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് 10ഉം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയപ്പോ അത് 11ഉം ആയി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1 രൂപ. ഈ 1 രൂപ ഇവിടുത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ, ഇവിടുത്തെ അല്ല, താഴെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയ ഇതിന്റെ 10% അല്ലേ? ഫസ്റ്റ് ഇയറിൽ
കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടിയ ഇൻട്രസ്റ്റിന്റെ 10% ഇൻക്രീസ് അല്ലേ തൊട്ടടുത്ത വർഷം ഉണ്ടായത്? മനസ്സിലായോ? ഈ 10ന്റെ 10% അടുത്ത തവണ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ഇൻക്രീസ്. ക്ലിയർ ആയോ? ഈ കോണ്ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ മറ്റേ ആൻസർ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് നമുക്ക് ആദ്യത്തെ വർഷം കിട്ടുന്ന എമൗണ്ടിന്റെ ആ ഇൻട്രസ്റ്റിന്റെ പെർട്ടിക്കുലർ പെർസെന്റേജും കൂടെ സെക്കൻഡ് ഇയറിലേക്ക് ഇൻക്രീസ് ആവും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒരു വഴിയായിട്ട് പറഞ്ഞോണ്ടാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടുന്ന് മായിച്ചേക്കാം, എന്നിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ആദ്യത്തെ വർഷം നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10% എന്ത് കിട്ടുന്നു? നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് വരുന്നു. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 10 രൂപ കിട്ടുന്നു. തൊട്ടടുത്ത വർഷം നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് 110 രൂപ, അതിന്റെ 10% കൂടെ നമ്മൾ കണക്ക് കൂട്ടുന്നു. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 11 രൂപ കിട്ടുന്നു. ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ഇയറിൽ കിട്ടിയ 10 രൂപയും സെക്കൻഡ് ഇയറിൽ കിട്ടിയ 11 രൂപയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം നിങ്ങൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റിന്റെ പുറത്ത് എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന സെയിം വാല്യൂ ആയിരിക്കും. അതായത് 10 രൂപ ഇൻട്രസ്റ്റിന്റെ 10% ഇൻക്രീസ് ആണ് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റിൽ ഉണ്ടായ ഇൻക്രീസ്. മനസ്സിലായോ? ഇത് ഇനി നിങ്ങൾക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഈ ഇക്വേഷനിലേക്ക് പോവാതെ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാതെ എങ്ങനെ ഇതിന് ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു കോണ്ടെക്സ്റ്റ് കിട്ടിയോ? കാരണം എന്താ പറയുക, എക്സാമിന് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മതി, എന്തൊക്കെയോ കിട്ടിയാൽ മതി, ബാക്കി ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താ, 800 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് 2 വർഷം കൊണ്ട് 4% പലിശക്കാണ് കിട്ടിയത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും? ഒരു വർഷം എത്ര കിട്ടിയിട്ടുണ്ടാവും? യെസ്, 400 കിട്ടിയിട്ടുണ്ടാവും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഫസ്റ്റ് ഇയറിൽ ഈ വാല്യൂ തന്നെ ആയിരിക്കുമോ അതോ വാല്യൂ മാറുമോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോഴും ഫസ്റ്റ് ഇയറിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഒരു മാറ്റം സംഭവിക്കൂല കേട്ടോ, സെയിം തന്നെയാ വരിക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂ മാറി എപ്പോഴും സെക്കൻഡ് ഇയറിലാണ്. നിങ്ങൾ നോക്കിക്കോട്ടോ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഇയാൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും റേറ്റ് മാറില്ലല്ലോ, ഇവിടെ റേറ്റ് സെയിം അല്ലേ? 4% റേറ്റിൽ തന്നെയാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും പറയുന്നത്. അപ്പൊ എങ്ങനെ റേറ്റ് മാറാ? റേറ്റ് മാറില്ല. അപ്പൊ നമ്മൾ എത്ര തന്നെ ഇൻവെസ്റ്റ് ചെയ്താലും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഫസ്റ്റ് ഇയറിൽ സെയിം വാല്യൂ കിട്ടുള്ളൂ. സെയിം റേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ സെയിം വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്നത് എത്രയാ? 400. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നത് എത്രയാ? 400. ക്ലിയർ? അത് മനസ്സിലായോ? ഇനി സെക്കൻഡ് ഇയറിലേക്ക് 400 എങ്ങനെ കിട്ടിയെന്നോ? 2 വർഷം കൊണ്ട് 800 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 400 കിട്ടും. 800ന്റെ ഹാഫ്. ക്ലിയർ ആയോ? യെസ്. അങ്ങനെ നമുക്ക് 400 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ആദ്യത്തെ വർഷം കിട്ടുന്നത്. അത് തന്നെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും ആദ്യത്തെ വർഷം കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര തന്നെ കിട്ടുള്ളൂ? 400 രൂപ തന്നെ കിട്ടുള്ളൂ. യെസ്, ഫാത്തിമക്ക് കാര്യം മനസ്സിലായി. സെക്കൻഡ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ച് കണ്ടുപിടിക്കാൻ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഫസ്റ്റ് ഇയറിൽ കിട്ടിയിട്ടുള്ള ആ ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഈ റേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത്രയാണ് അതിൽ ഇൻക്രീസ് സംഭവിക്കുക. 400 ഇൻറ്റു 4% കാണാം. അപ്പൊ നിങ്ങൾക്ക് 16 എന്ന് കിട്ടും. സോ 400 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 416 രൂപയാണ് രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. ക്ലിയർ ആയോ? അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ എത്ര കിട്ടും? ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്ര കിട്ടും? ആദ്യത്തെ വർഷം 400, രണ്ടാമത്തെ വർഷം 416, ടോട്ടൽ 816 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചിട്ടുണ്ടോ?
വേണ്ട റേറ്റും ഇയറും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എല്ലാം ചോദ്യത്തിലുണ്ട്. മനസ്സിലായോ? നമ്മളിവിടെ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ പോണ്ട, ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. സിംപിളി എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും ലോജിക്ക് മനസ്സിലായാൽ മതി. അത് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 100 വെച്ചിട്ട് പറഞ്ഞു തന്നെ. എപ്പോഴും നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത് പഠിക്കരുത്. മാത്സിന്റെ ഒരു വലിയ ലിമിറ്റേഷൻ ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷെ ആ ഇതിനിപ്പോ 3 ഇയർ ആണെന്ന് വിചാരിച്ചോ. 3 ഇയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് വീണ്ടും റേറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഇത്രേ ഉള്ളൂടാ. ആദ്യത്തെ വർഷം 10 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഒരു പാറ്റേൺ പോലെയാണ് ഇൻട്രസ്റ്റ് പോവാ. ആദ്യത്തെ വർഷം ഇത്രേ ഉള്ളൂ ഇതിന്റെ ലോജിക്ക്. ഫസ്റ്റ് ഇയറിൽ 10%, 10 രൂപയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയറിലുള്ള ഇൻക്രീസ് കണ്ടുപിടിക്കാൻ സിംപ്ലി എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 10ന്റെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റേറ്റ് ഇതിപ്പോ അത് 5% വിചാരിച്ചോ. ആണെങ്കിൽ ആ റേറ്റ് പോട്ടെ 10% തന്നെ കൂട്ടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു മിനിറ്റ്. ഇതിന്റെ മേലെ വീണ്ടും 10% അപ്ലൈ ചെയ്യുക. അപ്പൊ അടുത്ത തവണത്തേക്കുള്ള ആ അടുത്ത തവണത്തേക്കുള്ള അടുത്ത ഇയറിലേക്കുള്ളത് എങ്ങനെ കിട്ടും? അതായത് ഈ 10 രൂപ പ്ലസ് എല്ലാ വർഷവും ബേസ് ആയിട്ട് വരുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എത്ര വരുമോ അത് തന്നെ വരും. തൊട്ട് മുന്നത്തെ വർഷത്തിന്റെ മേലെ മാത്രം നിങ്ങൾ ആ റേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ വർഷം 10 രൂപ കിട്ടുന്നു, രണ്ടാമത്തെ വർഷത്തത് കണ്ടുപിടിക്കാൻ ആ 10 രൂപയുടെ പുറത്ത് എന്ത് ചെയ്യുക? അതിന്റെ എത്രയാണോ റേറ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 രൂപ അപ്പൊ എത്രയായി? 11. എഗെയിൻ അടുത്ത വർഷത്തത് കണ്ടുപിടിക്കാൻ ഈ 11ന്റെ പുറത്ത് വീണ്ടും റേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? 10 പ്ലസ് 1.1 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. അതെ, ലാസ്റ്റ് 800 പ്ലസ് 16 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഈ നിങ്ങൾ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനും ഇക്വേഷൻ ഇടാനും പോയാൽ അടുത്ത കാലത്തൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ. അതെ, പെർസെന്റേജ് ചെയ്ത് കണ്ടുപിടിക്കുക. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഒരേ ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ പുറത്തും കൂടെ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലായോ? കിട്ടുന്ന പലിശക്ക് മുകളിൽ പലിശ കിട്ടും. അതുകൊണ്ടാണ് അതിനെ കൂട്ടുപലിശ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നേരത്തെ മനസ്സിലാവാത്തവർക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 800 കണ്ടു. ഈ 800 വെച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ എത്ര പലിശ കിട്ടുമെന്ന് കണ്ടു? 400. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വന്നപ്പോ ഈ 400ന്റെ പുറത്ത് 4% കണ്ടിട്ട് അതങ്ങോട്ട് കൂട്ടിയാൽ മതിന്ന്. അപ്പോ 800 പ്ലസ് 60 ഈസ് ഈക്വൽ ടു 816. നോക്കി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു കാൽക്കുലേഷനും ഇല്ലാണ്ട്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് തന്നെ പറഞ്ഞു തന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതെ, 416ന്റെ പുറത്ത് 4% വരും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മുമ്പ് ഹാനിയ മാമിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പാസ്കൽ സിസ്റ്റം പറയുന്നുണ്ട്. 2, 4 എഴുതിയിട്ട് ഇങ്ങനെ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതി വരുന്നില്ലേ? അവിടെ ചെയ്യുന്ന സെയിം ടെക്നിക്ക് ഇതാണ് കേട്ടോ. അതിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ. അത് തന്നെ. വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. മതി. നമുക്ക് ഇതെന്തിനാ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നതെന്ന് അറിയോ? മാത്സിൽ എപ്പോഴും നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചാലുള്ള പ്രശ്നം, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പാനിക് ആവും. അത് വെച്ചിട്ട് മാത്സ് ചെയ്യാൻ പറ്റൂല. എപ്പോഴും എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിന്റെ ബേസ് ക്ലിയർ ആക്കി വെക്കുക. എസ്പെഷ്യലി മാത്സിൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ആ കോൺസെപ്റ്റ് സെറ്റ് ആണോ ആ ഒരു കൈൻഡിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യും. ഇതിന് 3 ഇയേഴ്സ് തന്നാൽ നിങ്ങൾ സിംപ്ലി ചെയ്യും. നിങ്ങൾ സെക്കൻഡ് ഇയറിന്റെ ഇൻട്രസ്റ്റിന്റെ പുറത്ത് സെയിം പെർസെന്റേജ് അപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അത്ര ഇതിൽ പണിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഏജ് റിലേറ്റഡ് പ്രോബ്ലം ആണ് കേട്ടോ. ഇക്വേഷൻ വേണം എല്ലാ ചോദ്യവും ചെയ്യാന്ന് വാശി പിടിക്കരുത്. 816ന്റെ പുറത്തല്ല നമ്മൾ ചെയ്യാം. സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റിന്റെ പുറത്താണ് 4% കാണാം. സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് അല്ലേ, അതായത് സെക്കൻഡ് ഇയറിൽ എത്ര ആഡ് ആയോ അതിന്റെ പുറത്താണ് അടുത്ത റേറ്റ് അപ്ലൈ ചെയ്യുക. മനസ്സിലായോ? ഈ പറയുന്ന 400 എല്ലാ വർഷവും സിമിലർ ആയിരിക്കും. ആ ഓരോ വർഷവും ആഡ് ചെയ്യപ്പെടുന്ന എമൗണ്ടിന്റെ പുറത്താണ് പുതിയ റേറ്റ് കൊടുക്കേണ്ടത്. ക്ലിയർ? അത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാഞ്ഞിട്ട്. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ പലിശന്റെ പുറത്ത് പലിശ. അപ്പൊ പലിശന്റെ പുറത്ത് റേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ സിംപ്ലി നമുക്ക് അടുത്തത് കിട്ടും. യെസ്, ഇനി ഇത് പറയൂ. ഏജിന്റെ പ്രോബ്ലം കമ്പാരിറ്റേറ്റീവ്ലി ഇപ്രാവശ്യം വന്നത് വലിയ പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിനി വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാണ്ട്.
വെരി ഗുഡ്. ഒരാൾക്ക് ആൻസർ കിട്ടി. ഇത് എളുപ്പമാണ് ചെയ്യാം, പെട്ടെന്ന് കഴിയും. നോക്കാം. പ്രസന്റ് ഏജ് ഓഫ് എ ഫാദർ ഈസ് 3 times ദ ഏജ് ഓഫ് ഹിസ് സൺ. ഫാദർ, സൺ. എന്താ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? സണ്ണിന്റെ വയസ്സിന്റെ, സണ്ണിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം, സണ്ണിന്റെ വയസ്സിന്റെ 3 times ആണ് അച്ഛന് ഇപ്പോ പ്രായം. അതായത് ഇപ്പം മോന് 10 വയസ്സാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എത്ര വയസ്സായിരിക്കും? 30 വയസ്സായിരിക്കും. 3 ഇരട്ടി എന്നല്ലേ പറഞ്ഞേ. ആഫ്റ്റർ 15 years, 15 വർഷം കഴിഞ്ഞാൽ ദ ഏജ് ഓഫ് ഫാദർ ഷാൾ ബി 2 times ദ ഏജ് ഓഫ് ഹിസ് സൺ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 15 വർഷം കഴിഞ്ഞാൽ മോന്റെ വയസ്സ് എന്താവും? മോന്റെ വയസ്സ് ഇപ്പൊ എക്സ് ആണ്, 15 വർഷം കഴിഞ്ഞാൽ മോന്റെ വയസ്സ് എന്താവും? ആ, 15 പ്ലസ് എക്സ് ആകും, അല്ലെങ്കിൽ എക്സ് പ്ലസ് 15 ആവും. തിരിച്ചും മറിച്ചും പറയാൻ കുറച്ചുകൂടെ സുഖം 15 പ്ലസ് എക്സ് എന്ന് എഴുതലായിരിക്കും, അല്ല എക്സ് പ്ലസ് 15 എന്ന് എഴുതലായിരിക്കും കേട്ടോ. അപ്പൊ അച്ഛന്റെ വയസ്സ് എന്താവും എന്നാ പറഞ്ഞേ? 15 വർഷം കഴിയുമ്പോ മോന്റെ വയസ്സിന്റെ ഇരട്ടിയായിട്ട് അച്ഛന്റെ വയസ്സ് മാറും. ഇങ്ങനെയല്ലേ പറഞ്ഞേ? സോ 2 into എക്സ് പ്ലസ് 15. ഇങ്ങനെയല്ലേ സംഭവിക്കുക? ഇനി നമുക്കിവിടെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. സാധാരണ എക്സ് വെച്ചിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഈ 2 into എക്സ് പ്ലസ് 15 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എന്തിന് ഈക്വൽ ആണ്? എക്സാക്ട്ലി സാൻഡ്ര, 3x പ്ലസ് 15 ഈക്വൽ ആണ്. അതായത് ഇപ്പോൾ ഉള്ള അച്ഛന്റെ വയസ്സായിട്ടുള്ള 3xനോട് 15 കൂട്ടിയതിന് ഈക്വൽ ആണ്. കാരണം 15 വർഷം കഴിഞ്ഞിട്ടല്ലേ. മനസ്സിലായോ എങ്ങനെയാണ് ഈ 3x പ്ലസ് 15 വന്നത് എന്നുള്ളത്? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അച്ഛന്റെ വയസ്സ് 3x ആ. 15 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് എത്രയാകും? 3x പ്ലസ് 15 ആവും. അതും ഈ പറയുന്ന 2 into എക്സ് പ്ലസ് 15 എന്താണ്? ഈക്വൽ ആണ് അല്ലേ? 15 വർഷം കഴിഞ്ഞാൽ മോന്റെ വയസ്സിന്റെ ഇരട്ടി ആവും എന്ന് പറയുന്നതും 15 വർഷം കഴിഞ്ഞാൽ എന്റെ വയസ്സിന്റെ 15 വയസ്സ് കൂടും എന്ന് പറയുന്നതും സെയിം അല്ലേ? ഇത്രയേ ഉള്ളൂ. ആ, 2 into 3x പ്ലസ് 15 വരില്ലല്ലോടാ. നമ്മളിവിടെ ഇരട്ടിയാണ് എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയാണ് എന്നാ പറയുന്നത്. അതായത് മോന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് എന്നാ പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ സോൾവ് ചെയ്യാം. 2 into എക്സ് 2x പ്ലസ് 2 into 50 30 ഈസ് ഈക്വൽ ടു 3x പ്ലസ് 50. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ മുഴുവൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, നമ്പേഴ്സിനെ മുഴുവൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും? 30 മൈനസ് 15 ഈസ് ഈക്വൽ ടു 3x മൈനസ് 2x. അപ്പോ അത് തന്നെ പോരട്ടെ, അങ്ങനെ അങ്ങോട്ട് പോരട്ടെ. എക്സ് ഇസ് ഈക്വൽ ടു 15 എന്നുള്ളത് കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ സം ഓഫ് ദ പ്രസന്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ. എക്സ് എന്ന് പറയുന്നത് പ്രസന്റ് ഏജ് ഓഫ് സൺ ആണ്. അതെത്രയാ? 15 ആണ്. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അതെത്രയാ? 15 ആണ്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3x കിട്ടാൻ പ്രയാസം ഉണ്ടോ? ഇല്ല. 15 ഇൻറ്റു, അതായത് എക്സ് ഇൻറ്റു 3 ചെയ്താൽ മതി. എക്സ് 15 കിട്ടി. അപ്പോൾ 3x എന്ന് പറയുന്നത് 45 ആണ്. നമ്മളോട് ചോദിച്ചത് ഇതിന്റെ സം ആണ്. സോ 45 പ്ലസ് 15 നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. മനസ്സിലായോ? അതെ, ഒരു ബാലരമ പോലത്തെ കണക്ക് തന്നെയാണ്. നമുക്കിത് അങ്ങനെ, ഇത് ശരിക്കും കുറച്ചും കൂടെ നിങ്ങൾ ഇതിൽ പ്രോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ നിന്ന് നേരെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകും. ഞാനൊക്കെ ഇപ്പൊ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എക്സും വൈ ഇട്ട് ചെയ്യാൻ മെനക്കെടൂല. ഓപ്ഷൻ എടുക്കും, എന്നിട്ട് ഈ പറയുന്ന പ്രപ്പോർഷൻ ഇല്ലേ അത് വെച്ചിട്ട്, അതാ ഞാൻ പറഞ്ഞേ, ഇപ്പൊ ചെയ്തു വരാറുള്ളത് അങ്ങനെയാ. എക്സും വൈ ഇടൂല, ഓപ്ഷൻ എടുക്കും, ഓപ്ഷൻ വെച്ചിട്ട് ഈ പറയുന്ന കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കും, അത് ആൻസർ ആയിട്ട് എടുക്കും. അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യരുത്. ഇപ്പൊ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കുറച്ച് ഇതിന്റെ ഒരു ടെക്നിക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ